3 ആയത്തുകളും 10 വാക്കുകളും മാത്രമുള്ള വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് സൂറത്തുൽ കൗസർ. അറബി വ്യാകരണവുമായി ബന്ധപ്പെട്ട് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ ഈ ചെറിയ സൂറത്തിലുണ്ട്. ഇൻഫോർമേറ്റീവ് ആൻഡ് നോൺ ഇൻഫോർമേറ്റീവ് സെൻറ്റൻസസ്. ഇന്ന ആത്വൈനാക്കൽ കൗസർ എന്നുള്ളത് ഇൻഫോർമേറ്റീവ് സെൻറ്റൻസ് ആണ്, ജുംലത്തുൽ ഖബരിയയാണ്. ഫസ്വല്ലിൽ റബ്ബിക്ക എന്നുള്ളത് നോൺ ഇൻഫോർമേറ്റീവ് സെൻറ്റൻസ് ആണ്, ജുംലത്തുൽ ഇൻഷാഇയയാണ്. കൺജക്ഷൻ ആൻഡ് ഡിസ്ജങ്ഷൻ. വൻഹർ എന്ന സെൻറ്റൻസ് ഫസ്വല്ലിൽ റബ്ബിക്ക എന്ന സെൻറ്റൻസിനോട് വാവ് ഉപയോഗിച്ച് കണക്ട് ചെയ്തത് കൺജക്ഷൻ്റെ അൽ വസിലിൻ്റെ ഉദാഹരണമാണ്. ഇന്ന ഷാനി അക്ക എന്ന സെൻറ്റൻസ് വൻഹർ എന്ന സെൻറ്റൻസിനോട് കണക്ട് ചെയ്യാത്തത് ഫസുലിൻ്റെ ഉദാഹരണമാണ്, ഡിസ്ജങ്ഷൻ്റെ ഉദാഹരണമാണ്. നോമിനൽ ആൻഡ് വേർബൽ സെൻറ്റൻസ്. ഇന്ന ആത്വനാക്കൽ കൗസർ എന്നുള്ളത് ജുംലത്തുൽ ഇസ്മിയയാണ്, നോമിനൽ സെൻറ്റൻസ് ആണ്. ഫസ്വല്ലിൽ റബ്ബിക്ക എന്നുള്ളത് വേർബൽ സെൻറ്റൻസ് ആണ്, ജുംലത്തുൽ ഫിഅലിയയാണ്. സിമ്പിൾ സെൻറ്റൻസ് ആൻഡ് കോമ്പൗണ്ട് സെൻറ്റൻസ്. ഇന്ന ആത്വൈനാക്കൽ കൗസർ എന്നുള്ളത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്, ജുംലത്തുൽ മുറക്കബയാണ്. ഫസ്വല്ലിലി റബ്ബിക്ക എന്നുള്ളത് സിമ്പിൾ സെൻറ്റൻസ് ആണ്, ജുംലത്തുൽ ബസീത്തയാണ്. ഇനി ഈ സൂറത്തിലുള്ള പ്രോനൗണുകൾ, സർവനാമങ്ങൾ, ലമീറുകൾ നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ്. എക്സ്പ്ലിസിറ്റ് പ്രോനൗണും ഉണ്ട്, ഇംപ്ലൈഡ് പ്രോനൗണും ഉണ്ട്. ഇന്ന അത്വൈനാക്ക എന്നതിലെ നായും കായും എക്സ്പ്ലിസിറ്റ് പ്രോനൗണാണ്, ലമീറുൽ ബാരിസാണ്. ഫസ്വല്ലി വൻഹർ എന്നതിലുള്ള മറയ്ക്കപ്പെട്ടിരിക്കുന്ന അന്ത എന്ന പ്രോനൗൺ, അന്ത എന്ന ലമീർ ഇംപ്ലൈഡ് പ്രോനൗണിൻ്റെ ഉദാഹരണമാണ്, ലമീറുൽ മുസ്തത്തിറിൻ്റെ ഉദാഹരണമാണ്. അറ്റാച്ച്ഡ് പ്രോനൗൺസും ഉണ്ട്, ഡിറ്റാച്ച്ഡ് പ്രോനൗൺസും ഉണ്ട്. അത്വൈനാക്ക എന്നതിലെ ക അറ്റാച്ച്ഡ് പ്രോനൗണിൻ്റെ ഉദാഹരണമാണ്, ലമീറുൽ മുത്തസിലിൻ്റെ ഉദാഹരണമാണ്. ഹുവൽ അബ്തർ എന്നതിലെ ഹുവ ഡിറ്റാച്ച്ഡ് പ്രോനൗണിൻ്റെ ഉദാഹരണമാണ്, ലമീറുൽ മുൻഫസിലിൻ്റെ ഉദാഹരണമാണ്. ഇനി ഫസ്റ്റ് പേഴ്സണെയും സെക്കൻഡ് പേഴ്സണെയും തേർഡ് പേഴ്സണെയും അഡ്രസ്സ് ചെയ്യുന്ന പ്രോനൗണുകൾ ഈ സൂറത്തിലുണ്ട്. ലമീറുൽ മുത്തക്കല്ലിം, ലമീറുൽ മുഖാത്തബ്, ലമീറുൽ ഗായിബ്. അത്വൈന എന്നതിലെ ന ഫസ്റ്റ് പേഴ്സണെ അഡ്രസ്സ് ചെയ്യുന്നു, ലമീറുൽ മുത്തക്കല്ലിമാണ്. റബ്ബിക്ക, അത്വൈനാക്ക, ഷാനി അക്ക എന്നതിലെ ക സെക്കൻഡ് പേഴ്സണെ അഡ്രസ്സ് ചെയ്യുന്നു, ലമീറുൽ മുഖാത്തബാണ്. ഹുവൽ അബ്തർ എന്നതിലെ ഹുവ തേർഡ് പേഴ്സണെ അഡ്രസ്സ് ചെയ്യുന്നു, ലമീറുൽ ഗായിബാണ്. ഇനി നെസ്ബിൻ്റെയും റഫ്ഇൻ്റെയും ജെറിൻ്റെയും മഹല്ലുകളിലുള്ള ലമീറുകളെ നമുക്ക് കാണാം. ഇൻ ദി പൊസിഷൻ ഓഫ് അക്യൂസേറ്റീവ്, നോമിനേറ്റീവ് ആൻഡ് ജെനിറ്റീവ്. അത്വൈന എന്നതിലെ ന ഫാഇലാണ്, സബ്ജക്റ്റ് ആണ്, ഇൻ ദി പൊസിഷൻ ഓഫ് നോമിനേറ്റീവ്, ഫി മഹല്ലി റഫ്അ. അത്വൈനാക്ക എന്നതിലെ ക ഒബ്ജക്റ്റ് ആണ്, മഫ്ഊലാണ്, ഇൻ ദി പൊസിഷൻ ഓഫ് അക്യൂസേറ്റീവ്, ഫി മഹല്ലി നെസ്ബ്. റബ്ബിക്ക എന്നതിലെ ക മുലാഫുൻ ഇലൈഹി ആണ്, ഇൻ ദി പൊസിഷൻ ഓഫ് ജെനിറ്റീവ്, ഫി മഹല്ലിൽ ജർ. അപ്പോൾ നെസ്ബിൻ്റെയും റഫ്ഇൻ്റെയും ജെറിൻ്റെയും മഹല്ലിലുള്ള പ്രോനൗണുകൾ, ലമീറുകൾ ഈ സൂറത്തിലുണ്ട്. ഇനി അള്ളാഹു എന്ന പദത്തിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന അതിലെ ന ഇസ്മു ഇന്നയാണ്, ഇൻ ദി പൊസിഷൻ ഓഫ് അക്യൂസേറ്റീവ്, ഫി മഹല്ലി നെസ്ബ്. അത്വൈന എന്നതിലെ ന ഫാഇലാണ്, ഫി മഹല്ലി റഫ്അ, ഇൻ ദി പൊസിഷൻ ഓഫ് നോമിനേറ്റീവ്. ഫസ്വല്ലിലി റബ്ബിക്ക എന്നതിലെ റബ്ബ് മജ്റൂറാണ്, ജെനിറ്റീവാണ്. അപ്പോൾ ഈ സൂറത്തിലുള്ള അള്ളാഹുവിനെ സൂചിപ്പിക്കുന്ന മറ്റു പദങ്ങൾ മജ്റൂറായും മർഫൂആയും മൻസൂബായും വന്നതായിട്ട് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂചിപ്പിക്കുന്ന പ്രോനൗണുകളിലും ഇതേ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത്വൈനാക്ക എന്നതിലെ ക ഫി മഹല്ലിൻ നെസ്ബാണ്, ഇൻ ദി പൊസിഷൻ ഓഫ് അക്യൂസേറ്റീവ് ആണ്. അപ്പോൾ സ്വല്ലി എന്നതിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഇംപ്ലൈഡ് ആയിട്ടുള്ള പ്രോനൗൺ അന്ത ഫി മഹല്ലി റഫ് ആണ്, ഇൻ ദി പൊസിഷൻ ഓഫ് നോമിനേറ്റീവ് ആണ്. റബ്ബിക്ക എന്നതിലെ ക ഫി മഹല്ലിൽ ജർ, ഇൻ ദി പൊസിഷൻ ഓഫ് ജെനിറ്റീവ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർബ്സ്, വ്യത്യസ്ത രൂപത്തിലുള്ള ക്രിയകളുടെ ഉദാഹരണങ്ങളും നമുക്ക് ഈ ചെറിയ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയും. വൻഹർ എന്നതിലെ ഇൻഹർ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമായ നെഹറ എന്നത് അൽ ഫിഅലു സഹീഹ് സൗണ്ട് വേർബിൻ്റെ ഉദാഹരണമാണ്. അൽ ഫിഅലുൽ മുഅത്തൽ വീക്ക് വേർബ്. അത്വ എന്നത് അൽ ഫിഅലുൽ മുഅത്തലിൻ്റെ ഉദാഹരണമാണ്, വീക്ക് വേർബിൻ്റെ ഉദാഹരണമാണ്. അൽ ഫിഅലുൽ മുളഅഫ് ഫസ്വല്ലി എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമായ സ്വല്ല എന്നുള്ളത് ഡ്യൂപ്ലിക്കേറ്റഡ് വേർബ് അഥവാ അൽ ഫിഅലുൽ മുളഅഫിൻ്റെ ഉദാഹരണമാണ്. അൽ ഫിഅലുൽ മുജറദ് നെഹറ എന്നുള്ളത് മുജറദായ ഫിഅലാണ്, സിമ്പിൾ വേർബാണ്. അൽ ഫിഅലുൽ മസീദ് അത്വ എന്ന പദം എൻഹാൻസ്ഡ് വേർബാണ്, മസീദായ ഫിഅലിൻ്റെ ഉദാഹരണമാണ്. ഇൻട്രാൻസിറ്റീവ് വേർബ് അതായത് ഒബ്ജക്റ്റ് ഇല്ലാത്ത വേർബ്, അതായത് അൽ ഫിഅലുൽ ലാസിം അതിൻ്റെ ഉദാഹരണമാണ് സ്വല്ല. ഫസ്വല്ലി എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമായ സ്വല്ല എന്നുള്ളത്. ഇനി ട്രാൻസിറ്റീവ് വേർബ് വിത്ത് വൺ ഒബ്ജക്റ്റ് അൽ ഫിഅലുൽ മുതഅദ്ദി ഇല മഫ്ഊലിൻ വാഹിദ് അതിൻ്റെ ഉദാഹരണമാണ് നെഹറ എന്ന പദം. ഒരു ഒബ്ജക്റ്റുള്ള ഫിഅലിൻ്റെ, ഒരു ഒബ്ജക്റ്റുള്ള വേർബിൻ്റെ ഉദാഹരണം.
ട്രാൻസിറ്റീവ് വേർബ് വിത്ത് മോർ ദാൻ വൺ ഒബ്ജക്റ്റ്. ഒന്നിലധികം ഒബ്ജക്റ്റുള്ള, ഒന്നിലധികം മഫ്ഊലുള്ള ഫിഅലിൻ്റെ ഉദാഹരണമാണ് അഅ്ത. അങ്ങനെ 8 രൂപത്തിലുള്ള വ്യത്യസ്ത തരം വേർബുകളുടെ ഉദാഹരണങ്ങളും നമുക്ക് ഈ സൂറത്തിൽ കാണാം. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോനൗൺസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർബ്സ്, വ്യത്യസ്ത രൂപത്തിലുള്ള വാചകങ്ങൾ, വ്യത്യസ്ത രൂപത്തിലുള്ള സർവനാമങ്ങൾ, വ്യത്യസ്ത രൂപത്തിലുള്ള ക്രിയകൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് 10 വാക്കുകൾ മാത്രമുള്ള വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസർ.